വയനാട്ടിലെ ആളെ കൊല്ലി കാട്ടാനയെ മയക്കുവെടി വെക്കാനുള്ള ദൌത്യം 6ാം ദിവസവും തുടരുന്നു. വനത്തിനുള്ളിലെ പുലിയുടെ സാന്നിധ്യമാണ് ദൌത്യസംഘത്തിന് മുന്നിലെ പുതിയ വെല്ലുവിളി. ഇന്നലെ 2 തവണയാണ് ദൌത്യസംഘം പുലിയുടെ മുന്നിൽപ്പെട്ടത്. ബേലൂർ മഗ്നയ്ക്കൊപ്പമുള്ള മോഴയാന അക്രമകാരിയാണെന്ന് പ്രദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്നും വനവകുപ്പ് അറിയിച്ചു. വയനാട്ടിൽ നിന്ന് മുബഷിർ പി അക്ബർ നമുക്കൊപ്പം ചേരുന്നു. മുബഷിർ പി അക്ബർ, ഒന്നൊഴിയുമ്പോൾ അടുത്തത് മോഴയാന അല്ലെങ്കിൽ പുലി, ദൌത്യസംഘം വലയുകയാണോ? സുജയ പാർവതി, നിശ്ചയമായും 6ാം ദിവസത്തിൽ ദൗത്യം ഏറെ വെല്ലുവിളികളോടാണ് മുന്നോട്ട് പോകുന്നത്. മയക്കുവെടി വെക്കാത്തതിൽ ജനങ്ങൾക്ക് വലിയ പ്രതിഷേധമുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഇന്ന് പുലർച്ചെ മാനിവയൽ അമ്മക്കാവ് ഭാഗത്താണ് ബേലൂർ മഗ്നയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ മേഖലയിലെ ജനങ്ങളോട് ജാഗ്രത പാലിക്കാൻ വനംവകുപ്പ് നിർദ്ദേശിച്ചിരുന്നു. അല്പസമയം മുമ്പാണ് ഈ ഒരു മേഖലയിലെ 6 വാർഡുകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത്. കുതിരക്കോട്, ആലത്തൂർ, ബേഗൂർ, പനവല്ലി, ബാവലി, ചേലൂർ വാർഡുകളിലാണ് നിലവിൽ ജില്ലാ ഭരണകൂടം നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ഒരു തോൽപ്പെട്ടി വനമേഖലകൾ തന്നെയാണ് കഴിഞ്ഞ 5 ദിവസമായി ആനയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരിക്കുന്നത്. 5 ദിവസം പൂർത്തിയായിട്ടും ആനയെ മയക്കുവെടി വെക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു ദൗത്യത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധിയായി മാറുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുൾച്ചെടികൾക്കിടയിലൂടെ ആന ഒളിഞ്ഞു നിൽക്കുന്നതും ആനയോടൊപ്പം മറ്റൊരു മോഴയാന ഉള്ളതും അത് ഇത്തരത്തിൽ ദൗത്യ സംഘത്തിന് നേരെ പാഞ്ഞെടുക്കുമോ ഒക്കെ തന്നെയാണ് ഈ ഒരു ദൗത്യത്തിൽ ഏറ്റവും വലിയ വെല്ലുവിളിയായി മാറുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു കുതിരക്കോട് ഭാഗത്താണ്. ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാം, ഒരു ഭാഗത്ത് വനമേഖലയാണ്, തൊട്ടപ്പുറത്ത് ജനവാസ മേഖലയാണ്. നിരന്തരം വന്യമൃഗശല്യം, കാട്ടാനകൾ നിരന്തരം ഇറങ്ങി വിള നശിപ്പിക്കുകയും ആളുകളെ ആക്രമിക്കാൻ ശ്രമിക്കുന്ന ഒരു മേഖല കൂടിയാണ്. ഈ ഒരു മേഖലകൾ നിലവിൽ നിരോധനാജ്ഞയൊക്കെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും ദൗത്യം ആ നിലയിൽ തന്നെ പുരോഗമിക്കുന്നുണ്ട്. പുലർച്ചെ 5:30 റേഡിയോ സിഗ്നലിൽ നിന്നും സിഗ്നൽ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മയക്കുവെടി സംഘവും ട്രാക്കിംഗ് സംഘവും വനത്തിലെത്തുന്നു. അവിടെ എത്തി ആനയ്ക്ക് വേണ്ടിയുള്ള ഊർജിതമായ തിരച്ചിൽ നടത്തുന്നുണ്ട്. ആന ഇത്തരത്തിൽ 2 ആൾപ്പൊക്കത്തിലുള്ള അടിക്കാടുകൾക്കിടയിൽ മറഞ്ഞു നിൽക്കുന്നു. ഇത് പല ഘട്ടങ്ങളിലും മയക്കുവെടി വെക്കുന്നതിന് തിരിച്ചടിയാണെന്നാണ് ഉദ്യോഗസ്ഥരോട് സംസാരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. കൂടാതെ ഇത്തരത്തിൽ മോഴയാനകൾ, കുങ്കിയാനകൾ ഈ ഒരു ആനയെ പിന്തുടരുന്ന സമയത്ത്, ബേലൂർ മഗ്നയെ പിന്തുടരുന്ന സമയത്ത് വനത്തിനുള്ളിലൂടെ അതിവേഗത്തിൽ സഞ്ചരിക്കുന്നതും ഈ ഒരു ദൗത്യത്തിൽ ദുഷ്കരമായി മാറുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കുറച്ച് പ്രദേശം മാറിക്കഴിഞ്ഞാൽ കർണാടക ബേലൂർ മഗ്ന തുടരുകയാണ്.